ശരി, ചോദ്യം വായിച്ച് ചെയ്തേ. ഉത്തരം കിട്ടിയവർ കമൻറ്റ് ചെയ്യണേ. Facts relating to Marthandavarma. During Marthandavarma's period, the Pillamar and Madambimar had established them as a powerful force in the public life of the state, and they were supported by the Yogakar. Poets like Ramabhrata Variyar and Kunjan Nambiyar came to adorn the court. The classification of the land under the main heads of the Devasam, Brahmasam, Dhanam and Pandaravaga was introduced by Mallan Shankaran. A group of villages constituted the Mandapatham Vadakal, which was underly Karyakar, who was prototype of the modern Tahsildar. Okay. അതായത് ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്കെല്ലാം കിട്ടേണ്ടതാണ്. ഈ മാർത്താണ്ഡവർമ്മയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിഗ്രി ലെവൽ ഹിസ്റ്ററിയിലെ ഒരു ചോദ്യം നമ്മൾ തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട് വരുന്നതിൽ മെജോറിറ്റി ക്വസ്റ്റ്യൻസും വരുന്നത് മാർത്താണ്ഡവർമ്മയായിട്ട് ബന്ധപ്പെട്ടാണ്. മനസ്സിലായില്ലേ? മാർത്താണ്ഡവർമ്മയും ആയില്യം തിരുനാളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവർ കൂടുതൽ ചോദ്യങ്ങളും ഇതുവരെ ഇട്ടിട്ടുള്ളത്. കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. ഇതിലെ സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കുമ്പോൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ജനജീവിതത്തിൽ പിള്ളമാരും മാടമ്പിമാരും ഒരു വലിയ ശക്തിയായിരുന്നു. യോഗക്കാർ അവർക്ക് പിന്തുണ നൽകിയെന്നാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ കുട്ടികളെ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ, രാമപുരത്ത് വാര്യർ, കുഞ്ചൻ നമ്പ്യാർ തുടങ്ങിയ കവികൾ ഇദ്ദേഹത്തിൻ്റെ സദസ്സിലായിരുന്നു. അതായത് രാമപുരത്ത് വാര്യരും കുഞ്ചൻ നമ്പ്യാരും അല്ലേ, അതും ശരിയാണ് കേട്ടോ, അതും ശരിയാണ്. ഓക്കെ, ഇതിലെ ഈ കുഞ്ചൻ നമ്പ്യാർ നമുക്കറിയാം. കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് അല്ലേ. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് ആര്? കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ രാമപുരത്ത് വാര്യർക്ക് നമുക്ക് അങ്ങനെ എന്തെങ്കിലും പോയിന്റ് പറയാൻ പറ്റുമോ? എന്തെങ്കിലുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ടോ അദ്ദേഹം? കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ പ്രസ്ഥാനമാണെങ്കിൽ രാമപുരത്ത് വാര്യർ വഞ്ചിപ്പാട്ട് പ്രസ്ഥാനമാണ് അല്ലേ. വഞ്ചിപ്പാട്ട് പ്രസ്ഥാനം. വഞ്ചിപ്പാട്ട് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര് കുട്ടികളെ? രാമപുരത്ത് വാര്യർ അല്ലേ. വഞ്ചിപ്പാട്ട് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ആളാണ് ആര്? രാമപുരത്ത് വാര്യർ. ഓക്കെ, കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ പ്രസ്ഥാനവും രാമപുരത്ത് വാര്യർ വഞ്ചിപ്പാട്ട് പ്രസ്ഥാനവുമാണ് കേട്ടോ. ഓക്കെ, അടുത്ത് ദേവസം, ബ്രഹ്മസം, ദാനം, പണ്ടാരവക എന്നീ പ്രധാന തലങ്ങൾക്ക് കീഴിലുള്ള ഭൂമിയുടെ വർഗീകരണം മല്ലൻ ശങ്കരനാണ് അവതരിപ്പിച്ചത്. ഇത് നമുക്കിപ്പോൾ 10th ലെവലിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് കുട്ടികളെ? നമുക്ക് ചോദിക്കുന്നുണ്ട്. മല്ലൻ ശങ്കരനാണ് ഈ പറയുന്ന ദേവസം, ബ്രഹ്മസം, ദാനം, പണ്ടാരവക എന്നീ ഈ ഭൂമിയുടെ വർഗീകരണം നടത്തി അല്ലേ. ഓക്കെ, അത് നമുക്ക് ചോദിക്കുന്നൊരു കാര്യമാണ്, അതും ശരിയാണ്. ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്ന് മണ്ഡപത്തും വാതുക്കൽ രൂപീകരിച്ചു. ഈ മണ്ഡപത്തും വാതുക്കലാണ് നിലവിലെ എന്ത് കുട്ടികളെ? താലൂക്ക് അല്ലേ. നിലവിലെ താലൂക്കാണ് എന്തെന്ന് പറയുന്നത്? മണ്ഡപത്തും വാതുക്കൽ എന്ന് പറയുന്നത്. അത് രൂപീകരിച്ചു. അത് ഇന്നത്തെ തഹസീൽദാരുടെ സ്ഥാനമുള്ള കാര്യക്കാരുടെ കീഴിലായിരുന്നു. ഓക്കെ, അപ്പം അതും ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ആർക്കൊക്കെ ശരിയായി? ഓപ്ഷൻ ബി. കാര്യക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തഹസീൽദാർ കേട്ടോ. ഇതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾക്ക്. ആർക്ക് ശരിയായി? എല്ലാവർക്കും ശരിയായോ? ഇത് ശരിയാവേണ്ട ക്വസ്റ്റ്യനാണ്, വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലാതെ. ഓക്കെ, ക്ലിയർ ആണ്. ലാസ്റ്റ് നോക്കാം. 10 ക്വസ്റ്റ്യൻ ഉണ്ട്. എത്ര മാർക്ക് ഉണ്ടെന്ന് നോക്കാം. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഫാക്ട്സ് അബൌട്ട് ഇൻ്റഗ്രേഷൻ ഓഫ് കേരള. ഒന്ന് ആൻസർ ചെയ്ത് വായിച്ചു നോക്കിയിട്ട്. ഫാക്ട്സ് അബൌട്ട് ഇൻ്റഗ്രേഷൻ ഓഫ് കേരള ഒന്ന് വായിച്ചു നോക്കി ആൻസർ ചെയ്തേ. ഉത്തരം കിട്ടിയൊരു ഉത്തരം കമൻറ്റ് ചെയ്തോ. തമ്പ് ചെയ്യാൻ നിൽക്കേണ്ട. ഉത്തരം കിട്ടിയവർക്ക് ഉത്തരം കമൻറ്റ് ചെയ്യാം.
The Payyanur Political Conference held in May 1928 under the presidency of Jawaharlal Nehru passed the resolution constituting Kerala a separate province. ഒന്നാമത്തെ പോയിന്റ് ശരിയാണേ. 1928 മെയ്യിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ പൊളിറ്റിക്കൽ കോൺഫറൻസ് കേരളത്തെ ഒരു പ്രത്യേക പ്രവിശ്യ രൂപീകരിക്കാനുള്ള പ്രമേയം പാസ്സാക്കിയോ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? യെസ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണല്ലേ. ഓക്കെ. ദ ഐക്യ കേരള കോൺഫറൻസ് ഹെൽഡ് അറ്റ് തൃശ്ശൂർ ഇൻ ഏപ്രിൽ 1947 അണ്ടർ ദ പ്രസിഡൻഷിപ്പ് ഓഫ് കെ കേളപ്പൻ അറ്റൻഡിംഗ് ദ reigning Maharaja of Cochin Sri Kerala Varma and spoke himself in favor of the establishment of a united Kerala state comprising of British Malabar, Cochin and Travancore. അതായത് കെ കേളപ്പൻ്റെ അധ്യക്ഷതയിൽ 1947 ഏപ്രിലിൽ തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള സമ്മേളനം കൊച്ചി മഹാരാജാവ് ശ്രീ കേരളവർമ്മയെ സന്ദർശിച്ച് ബ്രിട്ടീഷ് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവ ഉൾപ്പെടുന്ന ഐക്യ കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് അനുകൂലമായി സംസാരിച്ചു എന്നാണ്. ഇതിൽ മെജോറിറ്റി ആൾക്കാർക്കും ഈ 47 ഈ ഒരു സമ്മേളനം, ഏപ്രിൽ 47 സമ്മേളനം, പിന്നെ കെ കേളപ്പൻ, ഐക്യ കേരള കോൺഫറൻസ്, തൃശ്ശൂർ, അതൊന്നും ഡൗട്ട് കാണത്തില്ല. കാരണം അതെല്ലാം നമുക്ക് 10th ലെവലിൽ ചോദിക്കുന്നതാണ് അല്ലേ. ഈ 47 ഐക്യ കേരള സമ്മേളനം നടന്ന വർഷം 1947, നടന്ന സ്ഥലം തൃശ്ശൂർ അല്ലേ. അതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? കെ കേളപ്പൻ. അതിനുശേഷം ആ സെക്കൻഡ് സെൻറ്റൻസിലാണ് നമ്മളെല്ലാവരും പലരും ആദ്യമായിട്ട് കാണുന്ന ഒരു പോയിന്റ് വരുന്നത്. അതായത് കൊച്ചി മഹാരാജാവായിട്ടുള്ള കേരളവർമ്മയെ സന്ദർശിച്ചിട്ട് ബ്രിട്ടീഷ് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവ ഉൾപ്പെടുന്ന ഐക്യ കേരള സംസ്ഥാനം സ്ഥാപിക്കുന്നതിനും അനുകൂലമായി സംസാരിച്ചു എന്നുള്ളത്. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ? അത് ശരിയാണ് കേട്ടോ, അത് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഓക്കെ. അതായത് ഈ പറയുന്ന കൊച്ചി രാജാവായിട്ടുള്ള കേരളവർമ്മയെ പോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് കുട്ടികളെ? ഈ പറയുന്ന ഐക്യ കേരള തമ്പുരാനെന്ന് അറിയപ്പെടുന്ന, നമുക്ക് അത് 10th ലെവലിൽ ചോദിച്ച ചോദ്യമാണല്ലേ. ഐക്യ കേരള തമ്പുരാനെന്ന് അറിയപ്പെടുന്ന ആരെന്ന് നമ്മൾ ചോദ്യം വന്നതാണ്. കേരളവർമ്മ. ക്ലിയർ അല്ലേ? കേരളവർമ്മ. ഈ പോർഷൻ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ള പോർഷനൊക്കെ റീസെൻ്റായിട്ട് PSC സ്ഥിരമായിട്ട് ചോദ്യം ഇടുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എഴുതാൻ പോകുന്ന എക്സാംസിനും ഉപകാരപ്പെടായത്. അപ്പോൾ രണ്ടാമത്തും ശരിയാണ്. അടുത്ത മൂന്നാമത്തെ, ഇൻ്റഗ്രേഷൻ ഓഫ് ട്രാവൻകൂർ കൊച്ചിൻ ഹെൽഡ് ഓൺ July 1, 1949. ശരിയാണോ? അതായത് ഈ തിരുവിതാംകൂർ കൊച്ചി സംയോജനം നമ്മൾ പഠിക്കുന്നൊരു ബേസിക് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അതും ശരിയാണ്. അപ്പം 1, 2, 3 ശരിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം ശരിയെന്നുള്ളൊരു പോയിന്റ് ഇല്ല. നാലാമത്തെ അപ്പം തെറ്റാണല്ലേ. നാലാമത്തെ തെറ്റാണ്. അതായത് 1, 2, 3 അതായത് ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ. നാലാമത്തെ എന്താണ് തെറ്റെന്ന് നോക്കാം. അണ്ടർ ദ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് 1956 ദ 4 സദേൺ താലൂക്സ് ഓഫ് ട്രാവൻകൂർ, തോവാള, അഗസ്തീശ്വരം, കൽക്കുളം ആൻഡ് വിളവൻകോട് ഇൻക്ലൂഡഡ് ദ കേരള സ്റ്റേറ്റ്. അതായത് ഈ പറയുന്ന 4 താലൂക്കുകൾ അല്ലെങ്കിൽ 4 താലൂക്കുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് തോവാള, അഗസ്തീശ്വരം, കൽക്കുളം ആൻഡ് വിളവൻകോട്. ഇത് എന്താ സംഭവിച്ചത്? ഇത് കേരളത്തിൽ ലഭിക്കുകയാണോ സംഭവിച്ചത്, അതോ തമിഴ്നാട് ലഭിക്കുകയാണോ സംഭവിച്ചത്? ഇത് തമിഴ്നാടിനാണ് ലഭിക്കുന്നല്ലേ. തമിഴ്നാട്. തോവാളയും അഗസ്തീശ്വരവും കൽക്കുളവും വിളവൻകോടും എല്ലാം ആർക്ക് ലഭിക്കുകയാണ് സംഭവിച്ചത്? തമിഴ്നാടിന് ലഭിക്കുകയാണ് സംഭവിച്ചത്. തമിഴ്നാടിന് ലഭിക്കുകയാണ് സംഭവിച്ചത്. മനസ്സിലായോ കുട്ടികളെ? കേരളത്തിന് എന്താ ലഭിച്ചത്? കേരളത്തിന് ലഭിച്ചത് എന്താണ്? കേരളത്തിന് 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം ലഭിച്ചത് ദക്ഷിണ കാനറ എന്ന് പറയുന്നത് കർണാടകയാണ്. ദക്ഷിണ കാനറയുടെ ഭാഗമായിട്ടുള്ള കാസർഗോഡ് അതുപോലെ ഹോസ്ദുർഗ് അല്ലേ. കാസർഗോഡും ഹോസ്ദുർഗുമാണ് ആർക്ക് ലഭിക്കുന്നത്? നമ്മുടെ കേരളത്തിന് ലഭിക്കുന്നത്. മനസ്സിലായ? കേരളത്തിന് ലഭിച്ചത് ഈ പറയുന്ന കാസർഗോഡും ഹോസ്ദുർഗുമാണ് കേരളത്തിന് ലഭിച്ചത്. തമിഴ്നാടിന് ലഭിക്കുന്നത് തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് ഇതൊക്കെയാണ് ആർക്ക് ലഭിക്കുന്ന കുട്ടികളെ? ഈ പറയുന്ന തമിഴ്നാടിന് ലഭിക്കുന്നത്. മനസ്സിലായല്ലോ കുട്ടികളെ? മനസ്സിലായി? ഓക്കെ, ക്ലിയർ ആണ്. ഈ കുറേ ആൾക്കാർ ഇങ്ങനെ കയറി ഇറങ്ങി കളിക്കുന്നുണ്ട്. എന്തിനാ വന്ന് കയറുന്നേ? വെറുപ്പിക്കാനായിട്ട്. ശരി, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. ഇത് ഒരു ഫീസ് വെച്ചിട്ട്
അങ്ങനെ ഒരു ക്ലാസ്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും കയറി നിൽക്കും. കാരണം പൈസ മുടക്കണതല്ലേ. അല്ലെങ്കിൽ ഇങ്ങനെ ചുമ്മാ കയറി ഇറങ്ങി നോക്കിയൊക്കെ നിൽക്കും. ചെയ്തേ. അടുത്ത ക്വസ്റ്റ്യൻ. ഫാക്ട്സ് റിലേറ്റിംഗ് ടു റൈസ് ഓഫ് എക്സ്ട്രീമിസം, അതായത് തീവ്രവാദത്തിൻ്റെ ഉയർച്ചയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. എന്താണ് കുട്ടികളെ തീവ്രവാദത്തിൻ്റെ ഉയർച്ചയുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് ചോദ്യം. Recognition of the truth nature of British rule, deteriorating economic condition of India, Lytton and Curzon's progressive administrative policies, contemporary international influence. എന്താണ് നമ്മുടെ രാജ്യത്ത് തീവ്രവാദം, അതായത് നമ്മുടെ ഈ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇവിടെ തീവ്രവാദം ഉയർന്നു വരികയുണ്ടായി. നമ്മളത് പഠിക്കുന്നുണ്ടല്ലേ. ഇപ്പം നമ്മൾ കോൺഗ്രസ് തന്നെ മിതവാദികളും തീവ്രവാദികളും രണ്ടായി പിരിയുകയും അല്ലേ, മിതവാദികളും തീവ്രവാദികളും രണ്ടായി പിരിയുകയും അതിൽ തന്നെ അതിൽ വരുന്ന നേതാക്കന്മാരൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പം അതിൽ തന്നെ നമ്മൾ മിതവാദികൾ തീവ്രവാദികൾ പറയുകയാണെങ്കിൽ ഇദ്ദേഹം ലാൽ പാൽ ബാൽ അല്ലേ, ലാൽ പാൽ ബാല്. ഓക്കെ, ആരൊക്കെയാണ്? ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലകൻ, ഇവരൊക്കെ തീവ്രവാദികളായി മാറുന്നുണ്ട്. പിന്നെ നമ്മുടെ ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, അങ്ങനെയുള്ളവർ മിതവാദികളായി നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു തീവ്രവാദം ഉയർന്നു വരാനുള്ള കാരണമാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ്, അതായത് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയൽ, അതൊരു കാരണമായിരുന്നോ? അതായത് ഇവർ ഭരണം നടത്തുന്നത് അവരുടെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടാണ്, അവരുടെ ഓരോ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത് അവർക്ക് സമ്പത്തുണ്ടാക്കാനാണ് എന്ന് തിരിച്ചറിവ്, അത് ശരിയാണ്. അടുത്ത്, ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി തകരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണോ? ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി തകരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ്, അതും ശരിയാണ്. ലിട്ടനും കഴ്സണും മുന്നോട്ട് കൊണ്ടുവന്ന പ്രോഗ്രസീവ് അഡ്മിനിസ്ട്രേറ്റീവ് പോളിസീസ്, പുരോഗമനപരമായ ഭരണ നയങ്ങൾ കാരണമല്ല. ഓക്കെ, കാരണമല്ല. പിന്നെ കണ്ടംപററി ഇൻ്റർനാഷണൽ ഇൻഫ്ലുവൻസ്, സമകാലിക അന്താരാഷ്ട്ര സ്വാധീനം എന്ന് വെച്ചാൽ എന്താ കുട്ടികളെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അവിടെയെങ്ങും ഇങ്ങനെയല്ല, പുറം രാജ്യത്തുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അവിടെ നിന്നിട്ട് അവിടെയെങ്ങും ഇങ്ങനെയല്ല, നമ്മുടെ രാജ്യം നേരിടുന്ന പോലെയുള്ള സ്ഥിതിയല്ല അവിടെയൊന്നും ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കിയപ്പോഴാണ് അല്ലേ? നമ്മൾ അങ്ങനെയല്ലടാ, അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു കാര്യം നടക്കുന്നത് ഈ രീതിയിലല്ലെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മളും പറയും അപ്പം നമ്മുടെ രാജ്യത്തും അങ്ങനെ മതി, അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ മതി എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിലൊക്കെയാണ് എന്ത് ചെയ്തത് തീവ്രവാദം ഉയർന്നു വരുന്നത്. അതായത് മൂന്നാമത്തെ പോയിന്റ് ഒഴികെ ബാക്കിയെല്ലാം ശരിയാണ്. ഓപ്ഷൻ ബി ആണ്. 1, 2, 4 ശരിയായിട്ടുള്ളത്. മനസ്സിലായോ? ഓക്കെ, ഇത് അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. കുഴപ്പമില്ല ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. കാരണം എല്ലാം ശരിയാണെന്ന് പറഞ്ഞാൽ മാത്രമേ ഇവിടെ ഒരു എല്ലാം ശരിയെന്നൊരു ഓപ്ഷൻ ഇല്ല. എല്ലാം ശരിയെന്ന് പറഞ്ഞാൽ മാത്രമേ പലർക്കും ഡൗട്ട് വരത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ നമ്മളെ മൂന്നാമത്തെ ഓപ്ഷൻ നമ്മൾ കളയും അല്ലേ. ഇപ്പം നമുക്ക് അറിഞ്ഞൂടെങ്കിൽ കൂടി നമ്മൾ മൂന്നാമത്തെ ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യും? കളയും. ഓക്കെ, അടുത്ത് അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയുള്ള അടുത്തൊരു ചോദ്യമാണ്. ദേശീയതയുടെ ഉദയത്തിനുള്ള കാരണം. നമ്മൾ നേരത്തെ നമ്മുടെ തീവ്രവാദത്തിനുള്ള ഉദയത്തിനുള്ള കാരണം ചെയ്തു. ഇപ്പോൾ ദേശീയതയുടെ ഉദയത്തിനുള്ള കാരണമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം കിട്ടിയിട്ട് കമൻറ്റ് ചെയ്തേ. ഓക്കെ, പിള്ളേരെ ലെഫ്റ്റ് ആയിക്കോ. Causes for the rise of nationalism, partition of Bengal and divide and rule policy, the press and periodications, British policy and Gilbert Bill controversy, British foreign policy of the pre-war years upset the Muslim feeling in India. ഓക്കെ, എന്താണ് കുട്ടികളെ?
അതായത് ഇന്ത്യയിൽ ഈ നാഷണലിസം അല്ലെങ്കിൽ ദേശീയത, ഈ ദേശീയത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ കുട്ടികളെ? നാഷണലിസം അല്ലെങ്കിൽ ദേശീയത കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നാഷണലിസം അല്ലെങ്കിൽ ദേശീയത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്താണ് കുട്ടികളെ? ഇപ്പം നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും ഞാൻ ഇന്ത്യക്കാരനാണ്, അല്ലേ? നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. ആ, ഇപ്പം ഇന്ന് നമുക്ക് ഈ ടെക്നോളജിയും കാര്യങ്ങളും വിവര സാങ്കേതിക വിദ്യയൊക്കെ ഇത്രത്തോളം വളർന്നത് കൊണ്ട് നമുക്കറിയാം നമ്മുടെ രാജ്യം ഇന്ത്യയാണെന്നും നമ്മുടെ ഭൂഖണ്ഡം ഏഷ്യയാണെന്നും നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നവരാണെന്നും അങ്ങനെയുള്ളൊരു അറിവുകൾ നമുക്കുണ്ട്, അല്ലേ? നമ്മുടെ സംസ്ഥാനമായിക്കോട്ടെ, നമ്മുടെ താലൂക്ക് ആയിക്കോട്ടെ, എല്ലാം നമുക്കറിയാം. മനസ്സിലായില്ലേ? പണ്ടത്തെ ആൾക്കാർക്ക് അത് അറിയത്തില്ല. കാരണം ഇത്രത്തോളം നമ്മൾ ഇങ്ങനൊരു രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജനങ്ങളാണ് നമ്മളെന്നുള്ള അറിവ് അവർക്കറിയില്ല, അവർക്കില്ലായിരുന്നു. മനസ്സിലായില്ലേ? അപ്പം അത് എങ്ങനെ ആ ഒരു അറിവിനെയാണ്, അതായത് നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് അല്ലെങ്കിൽ ഒരു രാജ്യത്തിലുള്ള ആൾക്കാരാണ് നമ്മൾ തിരിച്ചറിയുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് നാഷണലിസം എന്ന് പറയുന്നത്. അപ്പോൾ ആ ദേശീയത ഉയർന്നു വരാനുള്ള കാരണമാണ് പറയുന്നത് പാർട്ടീഷൻ ഓഫ് ബംഗാൾ, അതായത് ബംഗാൾ വിഭജനവും വിഭജിച്ച് ഭരിക്കുന്ന നയവും. ഓക്കെ, ബംഗാൾ വിഭജനം ഉണ്ടായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അത് രാജ്യവ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമാണ്. ഓക്കെ, അപ്പം അത് ഒരു കാരണമായി മാറി, അല്ലേ? അതൊരു കാരണമായിട്ട് മാറി. ഓക്കെ, പിന്നെ ദ പ്രസ് ആൻഡ് പീരിയോഡിക്കേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രങ്ങളും ആനുകാലികങ്ങളും, അതായത് പത്രങ്ങളും പ്രസിദ്ധീകരണങ്ങളും. ഓക്കെ, പത്രങ്ങളുടെയും പ്രസിദ്ധീകരണങ്ങളിലൂടെയും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കി നമ്മളെല്ലാം ഒരു രാജ്യത്തെ ആൾക്കാരാണെന്ന്. അടുത്ത ബ്രിട്ടീഷ് പോളിസി ആൻഡ് ഇൽബർട്ട് ബില്ല് കോൺട്രവേഴ്സി. എന്താണ് ഈ ഇൽബർട്ട് ബില്ല്? അത് ഏത് വർഷം ആര് മുന്നോട്ട് വെച്ചതാണ്? ആരാണ് മുന്നോട്ട് വെച്ചത്? ഇൽബർട്ട് ബില്ല് ഏത് വർഷമാണ് കുട്ടികൾ? ഇൽബർട്ട് ബില്ല് ഏത് വർഷമാണ്? ഇൽബർട്ട് ബില്ല് പഠിച്ചോണം. ഇൽബർട്ട് ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1883 ഇൽബർട്ട് ബില്ല്, അല്ലെ? 1883 ഇൽബർട്ട് ബില്ല്. 1883 ഇൽബർട്ട് ബില്ല്. ആരാണ് ഇൽബർട്ട് ബില്ല് പാസ്സാക്കിയത്? ഇൽബർട്ട് ബില്ല് പാസ്സാക്കുന്നത് റിപ്പൺ പ്രഭുവാണ് കേട്ടോ. റിപ്പൺ പ്രഭുവാണ് കേട്ടോ. ഇൽബർട്ട് ബില്ല് പാസ്സാക്കുന്നത് റിപ്പൺ പ്രഭുവാണ് ഇൽബർട്ട് ബില്ല് പാസ്സാക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണ്? ലിട്ടൺ ആണ് വേണ്ട സമയത്ത്, റിപ്പൺ അല്ലേ? ആ, എന്താണ് ആ ബില്ലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യൂറോപ്യൻ കുറ്റവാളികളെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാർക്ക് അനുവാദം നൽകുന്ന ഒരു നിയമമായിരുന്നു ഏത്? അല്ല, റിപ്പണിന്റെ കാലത്താണ് 1883 പാസ്സാക്കുന്നത് ഇൽബർട്ട് ബില്ല്. റിപ്പണിന്റെ കാലത്താണ് പാസ്സാക്കുന്നത്. ഓക്കെ, മറ്റേ ഇതല്ലേ, ഇത് വെർണിക്കുലർ പ്രസ് ആക്ട് ആണ് റിപ്പൺ ക്യാൻസൽ ചെയ്യുന്നത്. നാട്ടുഭാഷാ പത്ര നിയമമാണ്. ഓക്കെ, ക്ലിയർ ആണ്? നാട്ടുഭാഷാ പത്ര നിയമമാണ് റിപ്പൺ ഇത് റിപ്പീൽ ചെയ്യുന്നത്. ഓക്കെ, നോക്കിയോ? പിള്ളേർ നോക്കിയോ? അപ്പം അതായത് 1883 വൈസ്രോയ് റിപ്പണിന്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന ഒരു നിയമമാണ് എന്ന് പറയുന്നത് ഇൽബർട്ട് ബില്ല് എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ. യൂറോപ്യന്മാരായിട്ടുള്ള കുറ്റവാളികളെ വിചാരണ ചെയ്യാൻ ആർക്ക് അനുവാദം നൽകുന്നു? ഇന്ത്യൻ ജഡ്ജിമാർക്ക് അനുവാദം നൽകുന്ന ഒരു ബില്ലാണ് എന്ന് പറയുന്ന കുട്ടികളെ ഈ ഇൽബർട്ട് ബില്ല് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, വേറെ ഒന്നുമില്ല, ഈ പറഞ്ഞ വംശീയ പക്ഷപാതം ഒഴിവാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അതൊരു വിവാദമായി മാറുകയാണ് ഉണ്ടായത്. അപ്പം ഈ പറയുന്ന ഇൽബർട്ട് ബിൽ കോൺട്രവേഴ്സിയും കേട്ടോ എന്തിന് കാരണമായിട്ടുണ്ട് കുട്ടികളെ? ഈ പറയുന്ന നാഷണലിസം അല്ലെങ്കിൽ ഈ പറയുന്ന ദേശീയത ഉയർന്നതിന് കാരണമായിട്ടുണ്ട്. പിന്നെ ബ്രിട്ടീഷ് ഫോറിൻ പോളിസി ഓഫ് ദ പ്രീ വാർ ഇയേഴ്സ് അപ്സെറ്റ് ദ മുസ്ലിം ഫീലിംഗ് ഇൻ ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള അവരുടെ ബ്രിട്ടീഷ് നയങ്ങളും എന്ത് ചെയ്തിട്ടുള്ള ഇതിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 3, 4 ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, എല്ലാവർക്കും ശരിയായോ? ഈ ഒരു ചോദ്യത്തിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള പോയിന്റ്സ് അതങ്ങനെ പഠിച്ചു വെക്കുക കേട്ടോ. അതായത് ഒരു ചോദ്യത്തിൽ വന്നിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ഈ ചോദ്യവും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളും അത് പഠിച്ചിരിക്കുക കേട്ടോ. ഓക്കെ,
ഈ ക്വസ്റ്റ്യൻ ചെയ്തേ. ക്ലിയർ ഇല്ലേ? ക്ലിയർ ഉണ്ടല്ലോ. ഒന്ന് ലെഫ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. റൈറ്റ് ഉണ്ട്. Consider the following statements regarding river deltas and identify the correct statements from the quotes given below. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് വേണ്ടത്. ക്ലിയർ ആവുന്നില്ല എടാ, നിങ്ങളുടെ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, ഒന്ന് ലെഫ്റ്റായിട്ട് റീജോയിൻ ചെയ്താൽ മതിയാവും, അല്ലെങ്കിൽ ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കിയിട്ട് ഓഫാക്കി നോക്കിയാൽ മതി. ഡെൽറ്റ ഈസ് എ ഫാൻ ഷേപ്ഡ് ഏരിയ ഓഫ് ഫൈൻ അലുവിയം അറ്റ് ദ മൗത്ത് ഓഫ് എ റിവർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നദീമുഖത്തുള്ള ഫാൻ ആകൃതിയിലുള്ള എക്കൽ പ്രദേശമാണ് ഡെൽറ്റ. അപ്പം നമ്മളിത് ഈ ഡെൽറ്റയെ നമ്മൾ ത്രികോണാകൃതിയിലുള്ള കാര്യം നമ്മൾ പഠിക്കുന്നുണ്ട്. പിള്ളേരെ മനസ്സിലാക്കിക്കോണം, ഈ ത്രികോണാകൃതി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഫാനിൻ്റെ ലീഫിൻ്റെ ആകൃതി എന്ന അർത്ഥത്തിൽ അത് പറയാറുണ്ട് കേട്ടോ. ഫാനിൻ്റെ ലീഫിൻ്റെ ആകൃതി അല്ലെങ്കിൽ വിഷറി ആകൃതി എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കുട്ടികൾ, അത് പറയാറുണ്ട്. ഓക്കെ, അപ്പം ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് കേട്ടോ. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഒരു ഫാൻ ഷേപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ത്രികോണ ആകൃതിയിലുള്ള ഒരു വിഷറി ആകൃതിയിലുള്ള ഒരു എക്കൽ തിട്ട അല്ലെങ്കിൽ മണൽ തിട്ട പ്രദേശമാണ് എന്നുള്ളത് ശരിയാണ്. ഓക്കെ, അടുത്ത ഡെൽറ്റാസ് ആർ ദ ടൈഡൽ മൗത്ത് ഓഫ് എ റിവർ വെയർ ഫ്രഷ് ആൻഡ് സലൈൻ വാട്ടർ ആർ മിക്സ്ഡ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശുദ്ധജലവും ഉപ്പുജലവും കലരുന്ന ഒരു നദിയുടെ വേലിയേറ്റ മുഖമാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കുട്ടികൾ, നമുക്കറിയാം ഈ ഒഴുകുന്ന നദികളെല്ലാം എങ്ങോട്ടാണ് പോകുന്നത്? ഒഴുകുന്ന നദികളെല്ലാം പോകുന്നത് കടലിലേക്കാണ്. ഓക്കെ, കടലിലേക്കാണ്. ഇങ്ങനെ ഒഴുകി പോകുന്ന നദികൾ കൊണ്ടുപോകുന്ന ഈ പറയുന്ന ചെളിയും പാറകളും അല്ലെങ്കിൽ ഈ പറയുന്ന അവശിഷ്ടങ്ങളെല്ലാം ചേർന്നിട്ട് ഈ നമ്മുടെ കടലിലേക്ക് സംഗമിക്കുന്ന സ്ഥലമാകുമ്പോൾ അല്ലെങ്കിൽ ആ കടലിലേക്ക് എത്താറാകുമ്പോൾ എന്ത് ചെയ്യും കുട്ടികളെ, അവിടെ എത്തുമ്പോൾ ഈ നദിയുടെ വേഗം കുറയും അല്ലേ. കാരണം ഈ നദികളെല്ലാം സമുദ്രത്തിലോട് ചേരുന്ന ഭാഗമാകുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, അവിടെ ആ ഒരു നദിയുടെ ഒഴുക്കിൻ്റെ വേഗത കുറയുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ വലിയ രീതിയിൽ നിക്ഷേപണം സംഭവിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് കൈവഴികളും ഡെൽറ്റകളും രൂപപ്പെടുകയും ചെയ്യുന്നു. നമ്മളത് പഠിക്കുന്നുണ്ട്. നിക്ഷേപണം സംഭവിക്കുകയും കൈവഴികളും ഡെൽറ്റകളും മറ്റും എന്ത് ചെയ്യുന്നുണ്ട് കുട്ടികളെ, രൂപം കൊള്ളുന്നുണ്ട്. മനസ്സിലായ? കൈവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നദികൾ ഈ നമ്മുടെ ഈ പറയുന്ന നദീ മുഖത്തോടെത്താറാകുമ്പോൾ എന്ത് ചെയ്യും, നദീ മുഖത്തോടെത്താറാകുമ്പോൾ ഇങ്ങനെ വേർപിരിഞ്ഞ് പോവും. മനസ്സിലായില്ലേ? ആ പിരിഞ്ഞു പോകുന്നതിനെയാണ് കൈവഴികൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ വേർപിരിഞ്ഞ് പോകുന്നതിൻ്റെ ഇടയിലായിട്ട് രൂപം കൊള്ളുന്ന ഈ എക്കൽ തിട്ടകളാണ് എന്തെന്ന് പറയുന്നത്. ഇങ്ങനെ പിരിഞ്ഞു പോകുമ്പോൾ ത്രികോണം രൂപം കൊള്ളും അല്ലെ, ത്രികോണ ഷേപ്പ് രൂപം കൊള്ളും. അതിനെയാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡെൽറ്റ രൂപം കൊള്ളുന്നത് ഈ പറയുന്ന ശുദ്ധജലവും ഉപ്പുജലവും കലരുന്ന നദിയുടെ വേലിയേറ്റ ഭാഗങ്ങളിലായിട്ടാണ് എന്തുട്ടികളെ ഈ ഡെൽറ്റകൾ രൂപം കൊള്ളുന്നത്. ഫോർ ദ ഫോർമേഷൻ ഓഫ് ഡെൽറ്റ എ ഷോളോ സീ എ റിവർ വിത്ത് സബ്സ്റ്റൻഷ്യൽ ലോഡ് ഓഫ് സസ്പെൻഡഡ് റോക്ക് മെറ്റീരിയൽ ആൻഡ് കാം വാട്ടർ ഓഫ് ഷോർ ആർ നെസസറി. ഡെൽറ്റയുടെ രൂപീകരണത്തിന് ആഴം കുറഞ്ഞ കടൽ, പാറക്കഷ്ണങ്ങളുടെ ഗണ്യമായ ഭാരം വഹിക്കുന്ന നദി, ശാന്തമായ ചില തീരം എന്നിവ ആവശ്യമാണ്. ഇത് ശരിയാണ്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇതും ശരിയാണ്. കാരണം നമ്മളിപ്പം ലാസ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ഡെൽറ്റാസ് ആർ ഫോംഡ് ഓൺ ദ ഷോർസ് ഓഫ് ഹൈ ടൈഡൽ സീസ്. നമ്മൾ ഇന്നാൾ വേലിയേറ്റവും വേലിയിറക്കവും നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ? വേലിയേറ്റവും വേലിയിറക്കവും. അപ്പോൾ അത് പഠിച്ച സമയത്ത് നമ്മൾ പറയുന്നുണ്ട് ഡെൽറ്റകൾ രൂപീകരിക്കുന്നതിനെ തടയുന്നു എന്ന് പഠിച്ച ഓർമ്മയുണ്ടോ? ഡെൽറ്റകൾ രൂപീകരിക്കുന്നതിനെ തടയുന്നു എന്ന് പഠിച്ചത്. ഡെൽറ്റകൾ സത്യം പറഞ്ഞാൽ ഈ വേലിയേറ്റവും വേലിയിറക്കവും ഈ പറയുന്ന ഡെൽറ്റകൾ രൂപീകരിക്കുന്നതിനെ തടയുകയാണ് ചെയ്യുന്നത്. മനസ്സിലായ? അതായത് ഇവിടെ നമുക്ക് ആൻസറായിട്ട് വരേണ്ടത് 1, 2, 3 ആൻസറായിട്ട് വരേണ്ടത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ PSC എടുത്തിരിക്കുന്ന ആൻസർ ഒന്ന് എവിടെയാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് കേട്ടോ. 1, 2, 4 ആൻസറായിട്ട് എടുത്തിരിക്കുന്നത്. മനസ്സിലായി? ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം പിള്ളേരെ. ആൻസറായിട്ട് വരുന്നത് 1, 2, 3 കേട്ടോ. 1, 2, 3 ആൻസറായിട്ട് വരുന്നത് കേട്ടോ. 1, 2, 3 ആൻസറായിട്ട് വരുന്നത്. കാരണം നമ്മളിപ്പോൾ പുതുതായിട്ട് പഠിച്ചതേ ഉള്ളൂ. എന്താണ് ഇപ്പം നമുക്ക് ഇങ്ങനെ നോക്കിയടാ, നമുക്ക് ഈ പറഞ്ഞില്ലടാ, നമുക്ക് ഈ പറയുന്ന പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇനി ആ രീതിയിലാണ് അവർ ആൻസർ എടുത്തിട്ടുള്ളതെങ്കിൽ ഇപ്പം നമുക്കിപ്പം ഈ വേലിയേറ്റം ഉണ്ടാകുന്ന സമയത്തെ
വേലിയേറ്റം ഉണ്ടാകുന്ന സമയത്ത് ഈ ഡെൽറ്റകൾ ഷെയ്പ്പ് ആകുന്നതിന് കാരണമാകുന്നുണ്ട്. മനസ്സിലായി? ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു നദി ഇങ്ങനെ ഒഴുകി വരുന്നൊരു നദി ഇങ്ങനെ ഒഴുകി വന്നിട്ട് ഈ പറയുന്ന പോലെ കൈവഴിയായിട്ട് വേർപിരിഞ്ഞ് പോകുന്നു. മനസ്സിലായി? വേർപിരിഞ്ഞ് നമ്മുടെ ഈ പറയുന്ന ഈ സമുദ്രത്തിലേക്ക് പോകുന്നു. ക്ലിയർ ആണ്? അപ്പോൾ ഈ സമുദ്രത്തിൽ, അപ്പോൾ ഇവിടെ ഈ കാണുന്ന, ജസ്റ്റ് ഒന്ന് ഞാൻ ഡെമോൺസ്ട്രേറ്റ് കാണിച്ചു തരാം. ഈ കാണുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ കാണുന്ന ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെൽറ്റ എന്ന് പറയുന്നത്. ഈ ത്രികോണാകൃതിയിൽ കാണുന്ന ഭാഗത്തെയാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. മനസ്സിലായ? അപ്പോൾ ഈ വേലിയേറ്റം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പഠിച്ചതെന്ന് വെച്ചാൽ, വേലിയേറ്റം ഉണ്ടാകുന്നത് ഡെൽറ്റ രൂപീകരണത്തെ തടയുന്നു എന്നാണ് പഠിച്ചത്. മനസ്സിലായോ? വേലിയേറ്റം ഉണ്ടാകും ഡെൽറ്റ രൂപീകരണം തടയുന്നതാണ് പഠിച്ചത്. പക്ഷെ നമ്മളിപ്പോൾ ഞാൻ ഈ ആൻസർ ഇങ്ങനെ വന്നത് കൊണ്ട് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ അവർ കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഡെൽറ്റയുടെ ഷെയ്പ്പിങ്ങിന് ഈ പറയുന്ന വേലിയേറ്റം കാണുമെന്ന്. കാരണം ഈ വെള്ളം കയറി ഇങ്ങനെ ഈ ഭാഗം കയറി വന്നിട്ട് ഇത് ഇവിടെ നിന്ന് ഇത്ര എടുത്തുകൊണ്ട് പോവുക, അങ്ങനെ ഷെയ്പ്പിങ്ങിന് എന്ത് ചെയ്യുന്നുണ്ട് കുട്ടികളെ? ഇത് കാരണമാകുന്നുണ്ട്. മനസ്സിലായ? ഓക്കെ, അപ്പോൾ അത് നോക്കിക്കോണേ. ഞാൻ നോക്കട്ടെ, +2 വല്ലതും വേറെ +2 ടെക്സ്റ്റ് വല്ലതും വ്യക്തം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് എന്ത് ചെയ്യാം, പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. പിന്നെ നമുക്ക് ഇന്ത്യയുടെ ഏത് തീരത്താണ് ഇത് കൂടുതലുണ്ടാകുന്നേ? ഇന്ത്യയുടെ ഏത് ഭാഗത്താണ്? ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്താണോ കിഴക്കൻ തീരത്താണോ ഡെൽറ്റകൾ കൂടുതൽ രൂപം കൊള്ളുന്നത്? അതൊക്കെ ആലോചിച്ചാൽ മനസ്സിലാവും. ഓക്കെ, ഇപ്പം നമ്മുടെ ഈ പറയുന്ന നമ്മുടെ സുന്ദർബൻ ഡെൽറ്റ ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ഗോദാവരി ഡെൽറ്റ, കാവേരി ഡെൽറ്റ, അതുപോലെ ഭിട്ടാർ കണിക ഡെൽറ്റ, ഇതെല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് കുട്ടികളെ? ഇന്ത്യയുടെ ഏത് ഭാഗത്താണ്? കിഴക്ക് ഭാഗത്താണ് അല്ലേ? കിഴക്ക് ഭാഗത്താണ്. ഓക്കെ, കിഴക്ക് ഭാഗത്താണ്. നമ്മൾ ഡെൽറ്റകൾ രൂപീകരിക്കാത്ത ഉപദ്വീപീയ നദികൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നത് ഏതൊക്കെയാണ്? ഡെൽറ്റകൾ രൂപീകരിക്കാത്ത ഉപദ്വീപീയ നദികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതൊക്കെയാണ് പഠിക്കുന്നത്? നർമ്മദയും താപ്തിയും ഡെൽറ്റകൾ രൂപീകരിക്കുന്നില്ല. കാരണം നർമ്മദയും താപ്തിയും ഒഴുകുന്നത് എങ്ങോട്ടെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്? പടിഞ്ഞാറ് ഭാഗത്തേക്ക് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? നർമ്മദയും താപ്തിയും ഒഴുകുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു കുട്ടികളെ? പഠിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ വേറെ എന്തെങ്കിലും എക്സ്ട്രാ പറയാനുണ്ടെങ്കിൽ ഞാനത് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, പിന്നെ ഒരു കാര്യം ഓർത്ത് വെച്ചോണം, ഈ ഡെൽറ്റ ഫോം ചെയ്യുന്നത് നദിയുടെ ഏത് ഘട്ടത്തിലാണ്? ലാസ്റ്റ് സ്റ്റേജ്, അതായത് കീഴ്ഘട്ടത്തിലാണ്. ഡെൽറ്റ ആയാലും അതുപോലെ ഈ പറയുന്ന പ്രളയ സമതലമായാലും കൈവഴികളായാലും, ഡെൽറ്റ ആയാലും പ്രളയ സമതലങ്ങളായാലും കൈവഴികളായാലും ഫോം ചെയ്യുന്നത് ഏത് ഘട്ടത്തിലാണ് കുട്ടികളെ? കീഴ്ഘട്ടത്തിലാണ്. ഓക്കെ, ശരി. അടുത്ത ചോദ്യം ചെയ്തേ. Identify the incorrect statement from those given below എന്നാണ്. On 21st March it is spring in northern hemisphere, so called spring or vernal equinox. On 23rd September it is autumn in northern hemisphere, so called autumnal equinox. എന്താ പിള്ളേരെ ഈ ഇക്വിനോക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇക്വിനോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പിന്നെ മലയാളം ആർക്കും ഞാൻ പറയാമോ? ഇക്വിനോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ആയിട്ട് വാ, സമരാത്ര ദിനങ്ങളെന്ന് പറയും അല്ലേ? സമരാത്ര ദിനങ്ങളെന്ന് പറയും. എന്താ കുട്ടികളെ? സമരാത്ര ദിനങ്ങൾ എന്ന് പറയും. ഇക്വിനോക്സ് എന്ന് വെച്ചാൽ ഈക്വൽ ആയിട്ട് വരുന്ന ദിനങ്ങളാണ്. അതായത് ഈ പറയുന്ന രാത്രിയും പകലും സെയിം ആയിരിക്കും. സമരാത്ര ദിനങ്ങൾ, അതായത് രാത്രിയും പകലും സെയിം ആയിരിക്കും. ഇത് സത്യം പറഞ്ഞാൽ 10ാം ക്ലാസ്സിൽ ഉള്ള ടോപ്പിക്കാണ് കേട്ടോ. 10ാം ക്ലാസ്സിൽ മറ്റേ ഋതുഭേദങ്ങളും സമയം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു ടോപ്പിക്കാണ് ഈ ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? സമരാത്ര ദിനം. അപ്പോൾ സമരാത്ര ദിനങ്ങൾ ഏതൊക്കെയാണ് വരുന്നത്? കുട്ടികളെ? സമരാത്ര ദിനങ്ങൾ മാർച്ച്
21 സെപ്റ്റംബർ 23 അല്ലേ? മാർച്ച് 21 മാർച്ച് 21, അതുപോലെ സെപ്റ്റംബർ 23, സെപ്റ്റംബർ 23, മാർച്ച് 21 സെപ്റ്റംബർ 23. അതായത് ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്, ഒന്നും രണ്ടും ശരിയാണ് അല്ലേ? ഒന്നും രണ്ടും ശരിയാണ്. ഓക്കെ, ക്ലിയർ ആണ്. ഇനി അടുത്ത മൂന്നാമത്തെ നോക്കി കുട്ടികളെ. ഓൺ 21st June നോർത്ത് പോൾ ഈസ് ഇൻക്ലൈൻഡ് ടുവാർഡ്സ് സൺ, സോ ഡേയ്സ് ആർ ലോങ് ആൻഡ് ഹോട്ട് ആൻഡ് ഇറ്റ് ഈസ് സമ്മർ ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ, സോ കോൾഡ് സമ്മർ സോളിസ്റ്റൈസ്. അതായത് ജൂൺ 21 ഉത്തരധ്രുവം സൂര്യനിലേക്ക് ചായുന്നതിനാൽ ദിവസങ്ങൾ ദൈർഘ്യമേറിയതും ചൂടുള്ളതുമാകുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ ഇത് വേനൽക്കാലമാണ്. ഇതിനെ വേനൽക്കാല അറുതി എന്ന് പറയുന്നു. ശരിയാണോ കുട്ടികളെ? അതും ശരിയാണ്. മൂന്നാമത്തും ശരിയാണ്. എന്തായാലും ഒരു സ്റ്റേറ്റ്മെൻറ്റല്ലേ നമുക്കിവിടെ തെറ്റായിട്ട് വരത്തുള്ളൂ. ഒരു സ്റ്റേറ്റ്മെൻറ്റല്ലേ നമുക്ക് തെറ്റായിട്ട് വരത്തുള്ളൂ. കാരണം ഓപ്ഷനിൽ അങ്ങനെയല്ലേ വന്നിരിക്കുന്നത്. അടുത്ത് നോക്കിയേ. 22 ഡിസംബർ, ഓൺ 22nd December സൗത്ത് പോൾ ഈസ് ഇൻക്ലൈൻഡ് ടുവേർഡ്സ് സൺ, സോ ഡേയ്സ് ആർ ലോങ് ആൻഡ് ഹോട്ട് ആൻഡ് ഇറ്റ് ഈസ് വിൻ്റർ ഇൻ സതേൺ ഹെമിസ്ഫിയർ, സോ കോൾഡ് വിൻ്റർ സോളിസ്റ്റൈസ്. എന്തോ സംഭവം? എന്താണ് സംഭവം പിള്ളേരെ? ഉത്തരാർദ്ധഗോളത്തിലാണ് ശൈത്യം വരുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ജീവിക്കുന്നത് ഉത്തരാർദ്ധഗോളത്തിലാണോ ദക്ഷിണാർദ്ധഗോളത്തിലാണോ? നമ്മൾ ജീവിക്കുന്നത് ഉത്തരാർദ്ധഗോളത്തിലാണ്. നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. ഡിസംബർ സമയത്ത് നമുക്കല്ലേ ശൈത്യം വരുന്നേ? ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ദക്ഷിണാർദ്ധഗോളത്തിൽ ശൈത്യം എന്നാണ് അല്ലേ? ദക്ഷിണാർദ്ധഗോളത്തിൽ ശൈത്യം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് തെറ്റാണ്. ഉത്തരാർദ്ധഗോളത്തിലാണ് ശൈത്യം വരുന്നത്. ഉത്തരാർദ്ധഗോളത്തിലാണ് ശൈത്യകാല അറുതി വരുന്നത്. മനസ്സിലായി? അതായത് ഓപ്ഷൻ ഇത് തെറ്റായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി നാലാമത്തേതാണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇത് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കാറുണ്ട്. നമുക്കിനി ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാനത് എടുക്കും. ഞാൻ മുമ്പ് നിങ്ങൾക്ക് എടുത്തു തന്നിട്ടുണ്ട്. ഇത് പടമൊക്കെ വെച്ചിട്ട് ഞാൻ എടുത്തു തന്നിട്ടുള്ള സാധനമാണിത്. ഓക്കെ, നമ്മുടെ മുമ്പത്തെ ബാച്ച് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇത് ഇടയ്ക്കൊന്ന് റിവിഷൻ ചെയ്തില്ലെങ്കിൽ മറന്നുപോയി സാധനം കേട്ടാ. ഇടയ്ക്കൊന്ന് റിവിഷൻ ചെയ്തില്ലെങ്കിൽ മറന്നുപോയി. ഇത് ഓൾഡ് സൈഡിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇടയ്ക്ക് നോക്കിയില്ലെങ്കിൽ കൺഫ്യൂഷൻ വരുന്ന ടോപ്പിക്കാണത്. മനസ്സിലായില്ലേ? നമ്മൾ പടമൊക്കെ വെച്ച് പഠിച്ചു ഓർമ്മയില്ലേ? മുകളിലോട്ട് പോകുന്നു, താഴോട്ട് വരുന്നു. അത് ഞാൻ പറഞ്ഞുതരാം. അത് ക്ലാസ് വരുമ്പോൾ എടുത്തു തരാം. ഓക്കെ, പഠിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. കറക്റ്റാ, പഠിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മളത് മറന്നു ഭാഗമാണത്. പിള്ളേരെ ചെയ്തേ. റിവേഴ്സ് റിപ്പോ റേറ്റ് റിഫേഴ്സ് ടു. റിവിഷൻ ഇല്ലാത്തതുകൊണ്ടാ ഷൈന. റിവിഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. റിവേഴ്സ് റിപ്പോ റേറ്റ് റിഫേഴ്സ് ടു. ഉത്തരം കമൻറ്റ് ചെയ്ത കുട്ടികളെ ലെഫ്റ്റ് ആയിക്കോ. The fixed interest rate at which the Reserve Bank absorbs liquidity on an overnight basis from banks against the collateral of eligible government securities under the liquidity adjustment facility. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന നമുക്ക് റിവേഴ്സ് റിപ്പോ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബേസിക് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം അല്ലേ? റിവേഴ്സ് റിപ്പോ എന്താ? റിവേഴ്സ് റിപ്പോയുടെ ബേസിക് ആയിട്ടുള്ള കാര്യം, ആരിൽ നിന്ന് കടമെടുക്കുന്നു? റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കിൽ നിന്ന് കടമെടുക്കുന്നു. അപ്പം ആര് കടമെടുത്തു കഴിഞ്ഞാലും അവർക്കൊരു ഇത് കൊടുക്കണമല്ലോ, ഈ പറയുന്ന സെക്യൂരിറ്റി കൊടുക്കണമല്ലോ, കൊളാട്രൽ കൊടുക്കണമല്ലോ. അപ്പോൾ അവിടെ കൊളാട്രലായി കൊടുക്കുന്നത് ഏതാണ് കുട്ടികളെ? അവിടെ കൊളാട്രലായി കൊടുക്കുന്നത് എന്താണ്? ഗവൺമെൻറ് സെക്യൂരിറ്റികളാണല്ലേ? എലിജിബിൾ ആയിട്ടുള്ള ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണ് റിസർവ് ബാങ്ക് ആർക്ക് കൊടുക്കുന്നത്? ഈ പറയുന്ന വാണിജ്യ ബാങ്കുകൾക്ക് കൊടുക്കുന്നത്. ഇനി നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കി ഉത്തരം എടുക്കാൻ പറ്റും. പിള്ളേരെ ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആണോ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആണോ? ഫിക്സഡ് ആണോ ഫ്ലെക്സിബിൾ ആണോ? ഫിക്സഡ് ആണോ ഫ്ലെക്സിബിൾ ആണോ? നിങ്ങൾ നോക്ക്. നിങ്ങളിപ്പോൾ ഈ റിവേഴ്സ് റിപ്പോ ഒക്കെ പ്രഖ്യാപിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇനിയുള്ള കാലയളവിൽ ഇത്രയെന്നും പറഞ്ഞിട്ടൊക്കെയല്ലേ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ.
ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഇതല്ലേ, നിശ്ചിത പലിശ നിരക്കിലല്ലേ കുട്ടികളെ, നിശ്ചിത പലിശ നിരക്കിൽ ഇപ്പം ഏതൊരു കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്നും റിസർവ് ബാങ്ക് എടുക്കുകയാണെങ്കിലും അതൊരു നിശ്ചിതമായിട്ടുള്ളൊരു പലിശയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ്. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഒരേ കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അവിടെ ആകെയുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ, ഈ പറയുന്ന ഫ്ലെക്സിബിൾ ആണോ ഫിക്സ്ഡ് ആണോ എന്നുള്ള കാര്യം മാത്രമാണ്. അപ്പം ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് പിള്ളേരെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. അതായത് റിസർവ് ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് കടമെടുക്കുമ്പോൾ ഈടാക്കുന്ന നിശ്ചിത പലിശയാണ് ഏതെന്ന് പറയുന്നത്, നിശ്ചിത പലിശയാണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്. അപ്പം അവിടെ നമ്മൾ പഠിക്കേണ്ട മറ്റൊന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, എന്താണ് അതിൽ കൊളാട്രലായിട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എലിജിബിൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസിനെയാണ് കൊളാട്രലായിട്ട് കൊടുക്കുന്നത് അല്ലേ, ഗവൺമെൻറ് സെക്യൂരിറ്റീസിനെയാണ് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഓവർനൈറ്റ് ബേസിസിൽ ഇത് എടുക്കാൻ കഴിയും. ഓവർനൈറ്റ് ബേസിസിൽ എന്ത് ചെയ്യാൻ കഴിയും കുട്ടികളെ, അതെടുക്കാൻ കഴിയും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ, ഒന്നാമത് സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഞാൻ ചോദിക്കട്ടെ, നിലവിലെ റിവേഴ്സ് റിപ്പോ ഒക്കെ നമ്മൾ കഴിഞ്ഞ വർക്കൗട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. നിലവിലെ റിവേഴ്സ് റിപ്പോ എത്രയാ? നിലവിലെ റിവേഴ്സ് റിപ്പോ റേറ്റ് എത്രയാ? 3.35 ആണ് അല്ലേ, 3.35% ആണ് കേട്ടോ. അതൊരു ഫിക്സഡ് റേറ്റ് ആണ്, അത് ഫിക്സഡ് റേറ്റ് ആണ്. ഓക്കെ, ഇന്ന അല്ലെങ്കിൽ ഓരോ ബാങ്കിനും ഓരോന്നല്ല, ഒറ്റ ഫിക്സഡ് റേറ്റ് ആണ്, ഒരു സമയത്തേക്ക് ഫിക്സഡ് റേറ്റ് ആണ്. ഓക്കെ, അതായത് നമ്മൾ റിസർവ് ബാങ്കിൻ്റെ ഈ മോണിറ്ററി പോളിസി കമ്മിറ്റി കൂടി മാറ്റം വരുത്തുന്നത് വരെ കേട്ടോ. നിങ്ങൾ MPC ഒക്കെ പഠിച്ചോ? പരീക്ഷയുള്ള ആൾക്കാർ MPC ഒക്കെ പഠിച്ചോ? മോണിറ്ററി പോളിസി കമ്മിറ്റിയൊക്കെ പഠിച്ചോ നിങ്ങൾ? ഓക്കെ, പരീക്ഷ ഉള്ളൊരു മോണിറ്ററി പോളിസി കമ്മിറ്റിയെ പഠിച്ചോടെ? അനക്കൊന്നുമില്ലല്ലേ? പോയല്ലോ, അത് ആദ്യമായിട്ട് കേൾക്കുകയാണ് ഈ മോണിറ്ററി പോളിസി കമ്മിറ്റി. അനക്കമുണ്ടാന്നല്ല അത് ഞാൻ ചോദിക്കുന്നത്, അത് പഠിച്ചോന്നാണ്. ഓക്കെ, മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ചെയർമാൻ ആരാ? RBI ഗവർണർ. ഓക്കെ, എത്ര അംഗങ്ങളാണ് വരുന്നത് മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ? 6 അംഗങ്ങൾ. ഓക്കെ, ഒരു വർഷം എത്ര തവണയെങ്കിലും കമ്മിറ്റി കൂടണം? അറ്റ്ലീസ്റ്റ് എത്ര തവണയെങ്കിലും മോണിറ്ററി പോളിസി കമ്മിറ്റി കൂടണം? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 1 അല്ല, 2 അല്ല, 2 or 3 അല്ല, 3 അല്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 4 ആണ് ആൻസർ. ചോദ്യം വന്നിട്ടുള്ളതാ, നിങ്ങൾ കണ്ടിട്ടുള്ളതാ ചോദ്യവും. ഇങ്ങനെ ചോദ്യം കണ്ടിട്ടുള്ളതായിട്ട് ആരും ഓർക്കുന്നില്ല. ഈ പറയുന്ന 4 തവണയെങ്കിലും കമ്മിറ്റി കൂടണമെന്നുള്ളൊരു ചോദ്യം. ബേസിക് ആയിട്ട് ഇത്രയെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കണം. അതായത് മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചെയർമാനായിട്ട് വരുന്ന റിസർവ് ബാങ്ക് ഗവർണർ തന്നെയാണ്. മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചെയർമാനായിട്ട് വരുന്നത് റിസർവ് ബാങ്ക് ഗവർണർ തന്നെയാണ്. ഓക്കെ, ഇനി ഈ മോണിറ്ററി പോളിസി കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം 6 ആണ്. അതുപോലെ ഒരു വർഷത്തിൽ 4 തവണയെങ്കിലും എന്ത് ചെയ്യണം കുട്ടികളെ, മോണിറ്ററി പോളിസി കമ്മിറ്റി കൂടിയിരിക്കണം. അറ്റ്ലീസ്റ്റ് 4 തവണയെങ്കിലും. മനസ്സിലായ? പിന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, 1934 നമുക്കറിയാം റിസർവ് ബാങ്ക് തന്നെ ഫോം ചെയ്തിരിക്കുന്നത് 1934 RBI ആക്ട് പ്രകാരമാണല്ലോ. 1934 RBI ആക്ട് പ്രകാരമാണ് റിസർവ് ബാങ്ക് ഫോം ചെയ്തിരിക്കുന്നത്. അതേ ആക്ട് പ്രകാരം തന്നെയാണ് ഈ മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ത് ചെയ്തിരിക്കുന്ന കുട്ടികളെ രൂപീകരിച്ചിരിക്കുന്നത്. മോണിറ്ററി പോളിസി കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? റിസർവ് ബാങ്ക് ഗവർണറും റിസർവ് ബാങ്കിൻ്റെ ഡെപ്യൂട്ടി ഗവർണറും എല്ലാം ഇതിൽ എന്തായിട്ട് വരുന്നുണ്ട്? ഇതിൽ അംഗങ്ങളായിട്ട് വരുന്നുണ്ട്. മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ റിസർവ് ബാങ്ക് ഗവർണറും അതുപോലെ തന്നെ റിസർവ് ബാങ്കിൻ്റെ ഡെപ്യൂട്ടി ഗവർണറൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് കുട്ടികളെ ഇതിൽ അംഗങ്ങളായിട്ട് വരുന്നുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, ക്ലിയർ ആണ്. നോക്കി വെക്കണം, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. As per the Consumer Protection Act in 2019, the product manufacturer shall be liable in a product liability action if the product contains a manufacturing defect
the product is defective in design, there is a deviation from manufacturing specifications, the product does not confirm the express warranty. അതായത് ഒരു നിർമ്മാതാവ് ഏതൊക്കെ കാര്യങ്ങളിൽ ബാധ്യസ്ഥനായിരിക്കുമെന്നാണ്. ആ പ്രോഡക്റ്റിന് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അദ്ദേഹം ബാധ്യസ്ഥനാണോ കുട്ടികളെ? ആ പ്രോഡക്റ്റിന് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അദ്ദേഹം ബാധ്യസ്ഥനാണോ? ബാധ്യസ്ഥനാണ്. ആ പ്രോഡക്റ്റിന് ഈ പറയുന്ന രൂപകൽപ്പനയിൽ പിഴവോ വൈകല്യമോ ഉണ്ടെങ്കിൽ ബാധ്യസ്ഥനാണ്. പിന്നെ ഈ പറയുന്ന മാനുഫാക്ചറിങ് സ്പെസിഫിക്കേഷനിൽ അതിൽ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ബാധ്യസ്ഥനാണ്. പിന്നെ അതുപോലെ തന്നെ എക്സ്പ്രസ് വാറൻറ്റി അതും ബാധ്യസ്ഥനാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓൾ ആണ് കേട്ടോ, ഓൾ ആണ്. ഓക്കെ, ഇതൊക്കെ നോർമൽ മൈൻഡിൽ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ഇതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ നന്നായി പഠിക്കുന്ന എന്നാൽ ഓവർ തിങ്കിങ് പ്രോബ്ലമുള്ള കുട്ടികൾക്ക് ഈ ക്വസ്റ്റ്യനൊക്കെ തെറ്റിക്കും. മനസ്സിലായ? ഓവർ തിങ്കിങ്, അത് ഈ ഓവർ തിങ്കിങ് ഞാൻ മനസ്സിലാക്കിയ ഈ ഓവർ തിങ്കിങ് പ്രോബ്ലമുള്ള കുട്ടികൾക്ക് എല്ലാം ശരിയാണെന്നൊരു ഓപ്ഷനിലേക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സീരിയസ്ലി ഞാൻ പറയണത്, എല്ലാം ശരിയാണെന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതായത് എല്ലാം ശരിയെന്നൊരു ഓപ്ഷൻ PSC തരാൻ സാധ്യത വളരെ കുറവാണ്. ഏതെങ്കിലും ഒരെണ്ണം തെറ്റായിരിക്കും, അതുകൊണ്ട് ഞാൻ ഒരെണ്ണം അങ്ങ് തെറ്റിക്കാം. മനസ്സിലായ? അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. തെറ്റ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നില്ല. അത് ഈ നമ്മളെ ഓവർ തിങ്കിങ്ങിൻ്റെ കുഴപ്പമാണ് കേട്ടോ. ഓവർ തിങ്കിങ്ങിൻ്റെ കുഴപ്പമാണ് അത് മാറ്റിയാൽ നന്നായിരിക്കും. ധാരാളം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കിട്ടും. ഓക്കെ, അപ്പം ഞാൻ ഉദ്ദേശിച്ചതല്ല. ഇപ്പം നമ്മൾ ജഗതി CID മ്യൂസിയത്തിൽ മെനുവിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ പറയൂല. അപ്പം ഞാൻ ഉദ്ദേശിച്ചതല്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സീനാണ് ആ സീനായിട്ട്. അതായത് എൻ്റെ പട്ടിയുടെ മെനു ഈ സാറ് നോക്കണം എന്ന് പറഞ്ഞിട്ട് 2 പള്ളക്ക് വിളിച്ചിട്ട് ഞാൻ എൻ്റെ മെനു പോലും ഞാൻ നേരെ നോക്കാറില്ലെന്ന് പറയും. അപ്പം വിജയരാഘവൻ പറയും, തൻ്റെ പട്ടിയുടെ മെനു കാണിക്കെന്ന് പറയും. അപ്പോഴ് ഈ ജഗതി, അയ്യേ സാർ ഇത്രക്കാരനാന്ന് പറഞ്ഞിട്ട് ജഗതി ഇങ്ങനെ മുഖമൊക്കെ മറച്ച് തിരിഞ്ഞിരിക്കും. അപ്പം ഇവ എടുത്ത് ഇങ്ങനെ പട്ടിയുടെ ഇത് വായിക്കും കേട്ടോ. വായിക്കുന്ന സമയത്ത് ജഗതി തിരിച്ചിട്ട്, അപ്പം ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല ഈ മെനു. അതൊക്കെയാണ് നമ്മളെ പിള്ളേർ ആൻസർക്ക് വരുമ്പോൾ അപ്പം ഞാൻ ഉദ്ദേശിച്ച സാധനം അല്ലേ എന്ന് തോന്നും. കേട്ടോ, അങ്ങനെ വരരുത് കേട്ടോ. ഓവർ തിങ്കിങ് കുറയ്ക്കുക. ഓക്കെ, ക്ലിയർ ആണ്. ശരി പിള്ളേരെ. Find the right statement with regard to freedom of press in India. There is no specific guarantee of freedom of press in Indian Constitution. ശരിയാണോ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏതെങ്കിലും ഒരു ആർട്ടിക്കിളിൽ പത്രസ്വാതന്ത്ര്യം ഉണ്ടാകും എന്ന് പറയുന്നുണ്ടോ? സ്പെസിഫിക് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ടോ? ഉണ്ടോ? എവിടെയുണ്ട്? ഒരിടത്തും പറയുന്നില്ല. പരോക്ഷമായി ഉൾപ്പെട്ടിരിക്കുന്നു എന്നാ പറയുന്നേ. പത്രസ്വാതന്ത്ര്യം അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യം പ്രത്യക്ഷത്തിൽ ഒരിടത്തും പറയുന്നില്ല ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ. മനസ്സിലായ? ഒരു പ്രത്യേക പദവിയോ അതാ പറയുന്ന ആർട്ടിക്കിൾ 19(1)(a) എന്താ? ആർട്ടിക്കിൾ 19(1)(a) എന്താ പറയുക? അഭിപ്രായ സ്വാതന്ത്ര്യം. ആ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന 19(1)(a) എന്ന് പറയുന്ന ആർട്ടിക്കിളിൽ 19(1)(a) എന്ന് പറയുന്ന ആർട്ടിക്കിളിൽ പരോക്ഷമായും പത്രസ്വാതന്ത്ര്യം അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യം ഉൾപ്പെടുന്നു എന്നാണ് പറയുന്നത്. അല്ലാതെ ഒരു പ്രത്യേക ഉറപ്പ് കൊടുക്കുന്നുണ്ടോ? ഇപ്പോൾ വിദ്യാഭ്യാസ മൗലിക അവകാശം പ്രത്യേക ഉറപ്പാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം പ്രത്യേക ഉറപ്പാണ്. സഞ്ചാര സ്വാതന്ത്ര്യം പ്രത്യേക ഉറപ്പാണ്. മാധ്യമ സ്വാതന്ത്ര്യത്തിന് അങ്ങനെ എവിടെയെങ്കിലും ഏതെങ്കിലും ആർട്ടിക്കിളിൽ മാധ്യമ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നു നിങ്ങൾ പഠിക്കുന്നുണ്ടോ? ഇല്ല, പ്രത്യേക ഉറപ്പില്ല. ഇന്ത്യൻ ഭരണഘടനയിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് പ്രത്യേക ഉറപ്പില്ല. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ. ഇത് പലർക്കും കൺഫ്യൂഷൻ വന്നു കാണും. നമ്മൾ പഠിച്ചിട്ടുള്ളതില്ലേ 19(1)(a) മാധ്യമ സ്വാതന്ത്ര്യം ഇല്ല. 19(1)(a) അഭിപ്രായ സ്വാതന്ത്ര്യമാണ് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണ്? അതിൽ ഈ പറയുന്ന പരോക്ഷമായി പത്രസ്വാതന്ത്ര്യം ഉൾപ്പെടും. നമ്മൾ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. നിങ്ങൾ അധ്യാപകർ പഠിപ്പിച്ചിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. പരോക്ഷമായി മാധ്യമ സ്വാതന്ത്ര്യം ഉൾപ്പെടുന്നു. പരോക്ഷമായി വിവരാവകാശ നിയമം ഉൾപ്പെടും. വിവരാവകാശ നിയമം പരോക്ഷമായി ബന്ധപ്പെട്ടിരിക്കുന്നത് 19(1)(a)യോടാണ്. മനസ്സിലായ? നമ്മൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആയിട്ട് പരോക്ഷമായി ബന്ധപ്പെട്ടിരിക്കുന്നതും ഏതിലാണ്? 19(1)(a)യിലാണ് കുട്ടികളെ. ഓക്കെ, ക്ലിയർ ആണ്? ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ.
Which among the following is the qualification to be appointed as President in National Consumer Disputes Redressal Commission? ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പ്രസിഡന്റ് നിയമിക്കുന്നതിനുള്ള യോഗ്യത എന്തെന്നാണ് ചോദ്യം. മുമ്പ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്, 10th ലെവലിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഇതേ കാര്യം. സോ നിങ്ങൾക്കിത് എളുപ്പമാകുമെന്ന് വിശ്വസിക്കുന്നു. ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ്റെ ചെയർമാൻ സ്ഥാനത്ത് അല്ലെങ്കിൽ പ്രസിഡൻ്റായി വരുന്നത് ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ പഠിച്ച കുട്ടികളെ, സേവനമനുഷ്ഠിക്കുന്നതോ വിരമിച്ചതോ ആയ സുപ്രീം കോടതി ജഡ്ജ്, അതായത് സിറ്റിംഗ് ഓർ റിട്ടയർഡ് ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട്. അതായത് സേവനമനുഷ്ഠിക്കുന്ന ആളോ അല്ലെങ്കിൽ റിട്ടയർഡ് ആയതോ ആയ സുപ്രീം കോടതി ജഡ്ജാണ് എന്തായിട്ട് വരുന്നത്, ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ്റെ പ്രസിഡൻ്റായിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. ശരി, അപ്പം 10 ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ മാർക്കുകളൊന്ന് കമൻറ്റ് ചെയ്യണേ എല്ലാവരും, എത്രണ്ണം ശരിയാക്കി എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഉച്ചയ്ക്ക് ശേഷവും ഒരു വർക്കൗട്ട് ഉണ്ടാകും. ഓക്കെ, ഫുൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ മാത്രമേ കയറാവൂ. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ കയറി ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ തൊട്ടടുത്ത ഡിഗ്രിയിൽ പരീക്ഷ ഉണ്ടോ ഇല്ലയെന്നല്ല, നിങ്ങൾ കയറി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് എൻ്റെ യൂസ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്കിപ്പം ചെയ്തപ്പോൾ മനസ്സിലായി കാണും ഇതൊക്കെ തന്നെയാണ് 10th ലെവൽ സിലബസിലുള്ള കാര്യങ്ങൾ എന്നുള്ള കാര്യം മനസ്സിലായി കാണും.